ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് വിളിച്ച് പറയണത് നമ്മുടെ ബസ്സിൽ പുതിയ സബ് വെച്ചാലോ എന്ന്. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മളെ ഈ ഏരിയയിലുള്ള നല്ലൊരു സബ് കിട്ടുന്ന ഷോപ്പ് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ഒന്നും അത്ര നല്ലതില്ല. ഞാൻ പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ട്രോപ്പിക്കിൽ നല്ലൊരു സബ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ മച്ചാൻ്റെ ഷോപ്പിലേക്ക് നമ്മളൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ ബസ് എടുക്കുന്ന ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അവൻ അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകണം. ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ട് അവനെ കൂടി കയറ്റണം. എന്തായാലും ഈ വീഡിയോയുടെ അവസാനം എന്തായാലും വണ്ടിയുടെ ഇപ്പോഴത്തെ സബിൻ്റെ സൗണ്ടും പിന്നെ പുതിയ സബ് വെച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു സൗണ്ടും ഞാൻ എന്തായാലും കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് നേരെ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് പോവാം. എന്തായാലും ഇന്ന് ഞാൻ ബോറടിച്ചിരിക്കാറുണ്ട് വീട്ടിൽ. എപ്പോഴാണ് ഞാൻ വിളിച്ചങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ ഇങ്ങോട്ട് വിട്ട്. എന്തായാലും വൺ വേ ആണ്. ഇവർക്ക് എന്തായാലും ഇവിടെ നിന്ന് വേഗം അങ്ങോട്ട് പോകണം. ആ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ടോ ആവോ. എൻ്റെ അടുത്ത് അവിടെ വേഗം വാ, ഇത് ഭയങ്കര തിരക്കാണ് അവനക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എന്നെ വെയിറ്റ് ചെയ്യിക്കാറ്. എന്തായാലും നമുക്ക് നേരെ വേഗം പോകണം. എന്നിട്ട് അവിടെ എത്തിയിട്ട് എങ്ങനെ അവൻ അവിടെ ഇല്ലെങ്കിലാണ് എൻ്റെ അടുത്ത് വേഗം വരാൻ പറഞ്ഞിട്ട് വേഗം ഞാൻ വന്നതാണ് ഇങ്ങോട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആ പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് വല്ലയിടത്തും ഒതുക്കിയിടാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് വണ്ടി എന്തായാലും ഒതുക്കി അങ്ങോട്ട് ഇടാം. ഓക്കെ, ഈ ബസ് സ്റ്റോപ്പിലൊന്നും കാണില്ല, ഇവിടെയും കാണില്ല. നമുക്ക് എന്തായാലും അവിടെ ഇച്ചിരി വെയിറ്റ് ചെയ്യാം. എന്തായാലും കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വെറ്റ കാണിച്ചു കൊടുക്കണ്ട. ഇപ്പം ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ അങ്ങോട്ട് വണ്ടി ഇടാം. ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇനി നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ നേരം വെയിറ്റ് ചെയ്താൽ അവനക്ക് കിട്ടാൻ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഞാൻ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ്, അപ്പം എന്തായാലും അവൻ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ സീനില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് വിടാം. ഓക്കെ, എടാ നിനക്ക് ആ സബ് കിട്ടണ മച്ചാൻ്റെ ഷോപ്പിൻ്റെ പേരും സ്ഥലമൊക്കെ അറിയാലോ? ആ അറിയാം. ഓക്കെ ഗൈസ്, അവനക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഞാൻ ഇപ്പോൾ പോണത്. അല്ലെങ്കിൽ നമ്മൾ ആ ടോപ്പിക്ക് മൊത്തം അങ്ങോട്ട് ചുറ്റിക്കറങ്ങേണ്ടി വരും, എന്നാലേ കിട്ടുള്ളൂ. എന്തായാലും അത്ര വലിയ ഷോപ്പൊന്നുമല്ല ഗൈസ്, എന്തായാലും ചെറിയൊരു ഷോപ്പാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നേരെ അവിടേക്ക് പോകണം. അവിടെ പോയിട്ട് ഷോപ്പ് കണ്ടിട്ടൊക്കെ പറയാം ഗൈസ്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് നേരെ പോയി നോക്കാം. ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കുറച്ചും കൂടി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്താണ് ഈ ഷോപ്പ് തന്നെയല്ലേ ഗൈസ്? നമ്മൾ എന്തായാലും സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നല്ല വൈബുള്ള സ്ഥലമാണ്, വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടാം. വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് നമുക്ക് ആ ചെക്കനെ ഇവിടെ ഒന്നും കാണില്ല, നമുക്ക് അവിടേക്ക് കയറ്റിയിടാം. എന്നിട്ട് ആളൊന്ന് വിളിച്ച് നോക്കാം. നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗൂഗിളിൽ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്പറൊക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി റിവേഴ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് നേരെ കയറ്റിയിടാം. നമുക്ക് വണ്ടി കയറ്റാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ മണ്ണിലൊക്കെ ആയിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഇടാം. പിന്നെ സബും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പോയിട്ട് എടുത്തിട്ട് വന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ നല്ല രീതിക്ക് വാസ് വയ്ക്കണ നല്ലൊരു സബ് തന്നെ നമ്മൾ എടുക്കുള്ളൂ. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വണ്ടി ഇറങ്ങാം. കേസ് എന്തായാലും ഞാൻ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വൈബുള്ള സ്ഥലമാണ്. ഞാൻ അവനെ പോയി കണ്ട് സബ്ബൊക്കെ വെച്ചിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും സബ്ബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് സിറ്റിക്ക് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. വണ്ടി നേരെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് അങ്ങോട്ട് കയറ്റി ഇങ്ങോട്ടിടാം. ഓക്കെ, നമുക്ക് എന്തായാലും
നല്ല രീതിക്ക് തന്നെ നല്ല സബ് ഉള്ള നല്ല സൗണ്ടുള്ള സബ് തന്നെയാണ് കേട്ടോ ഗൈസ്. എനിക്കെന്തായാലും ഇഷ്ടമായി. എന്തായാലും ഞാൻ ഈ മുമ്പത്തെ സൗണ്ടും ഇപ്പോൾ പുതിയ സബ് വെച്ചതിൻ്റെ ഇതൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ മുമ്പത്തെ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി പുതിയ സബ് വെച്ചിട്ടുള്ള സൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ സബ് വെച്ചിട്ടുള്ള സൗണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.